നമ്മുടെ കൊല്ലത്തിന്റെ നമ്മുടെയൊക്കെ എല്ലാം ഒരു മന്ത്രിയെ കിട്ടേണ്ടെന്നായിരുന്നു. കാരണം വെച്ചാൽ പുതിയ ഒരു മന്ത്രി, കാരണം വെച്ചാൽ നൗഷാദ് MLA കൊല്ലത്തിന്റെ. പക്ഷെ അവിടെ ഈ പ്രാവശ്യം RSPയുടെ ഒരു പയ്യൻ വന്ന് ജയിച്ചു, നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, ഒരു നന്മ ആര് ചെയ്താലും അത് നന്ദി വേണം. അത് ആരും ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയക്കാരനോ ഏത് മതക്കാരനോ ആയിക്കോട്ടെ, അതൊന്നും അവിടെ പ്രശസ്തിയില്ല, അതിനൊന്നും ഒരു സ്ഥാനമില്ല. നൗഷാദ് MLA കാര്യം ഇതൊക്കെയാണെങ്കിലും ഏത് പാരാത്രിയിലും ആര് വിളിച്ചാലും വേണ്ടുന്ന ആളെ കൊണ്ട് ഒക്കുന്ന ഹെൽപ്പുകൾ ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു അദ്ദേഹം കയറിയ സമയത്ത് ഒരു പാലത്തിന്റെ പണി തുടങ്ങി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഭാഗ്യദോഷം, അദ്ദേഹം അപ്പൊ പണി കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങാറായപ്പോ അതിന്റെ പണിയും കഴിഞ്ഞു. പിന്നെ തീരദേശത്തിലെ പറഞ്ഞാൽ പ്രശ്നങ്ങളില്ലാത്ത ഇടങ്ങളും സമയങ്ങളും ഇല്ല. അപ്പൊ അതെവിടെ ഈ പരാതി എല്ലാവർക്കും പറയാം. നിസ്സാരമായ ഏതാണ്ട് വിരലിലെണ്ണാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് പേരിലൊരു അപവാദമോ പേരുദോഷമോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ വ്യക്തിപരമായിട്ട് ഒന്നൊന്നും കൂടുതലൊന്നും അറിയത്തില്ലെങ്കിലും നമുക്ക് കണ്ടു കേട്ടുള്ള അറിവ് പറയാണ്. അദ്ദേഹം ഞാൻ കണ്ടിട്ടുള്ളതാണ് പല കാര്യങ്ങളും, പല പരിപാടികൾക്കും ഞാനും അദ്ദേഹമായിട്ട്, എനിക്ക് തോന്നുന്നില്ല 5-6 പരിപാടിക്ക് ഞാനും അദ്ദേഹമായിട്ട് കണ്ടു. പക്ഷെ ഞങ്ങൾ പരസ്പരം ഒന്ന് കൈ കൊടുക്കുകയോ മിണ്ടിയോ പറയുക പോലും ഞങ്ങൾ ചെയ്യല്ല. കാരണം എന്തോ എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ ചരടും കുറിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങോട്ടും അല്ലെ പുള്ളി ഇങ്ങോട്ടും ഒന്നുമില്ല. എന്നാലും ഞാൻ പറയാണ്, പുള്ളിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം നിന്ന മണ്ഡലത്തില് നല്ല രീതിയിൽ തന്നെയാണ് ഒരു നല്ല MLA എന്നുള്ള നിലയിൽ നല്ല രീതിയിലാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. പക്ഷെ അത് തിരിച്ചറിയാൻ ഉണ്ടെന്നതായിരുന്നു. പക്ഷെ ഉള്ള പ്രശ്നം ഇവിടെയും സംഭവിച്ചത്, എന്റെ ബലമായ സംശയം ഇവിടെ സംഭവിച്ചത് വേറൊന്നുമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ RSPയുടെ ആൾ ജയിക്കത്തില്ല അവിടെ. കാരണം RSPയുടെ കാരണം വർഗീയത നോക്കുകയാണെങ്കിൽ അങ്ങനെ അല്ല, അയാളൊരു ഹിന്ദുവാണ്. അപ്പൊ അതുമല്ല അവിടെ കണ്ടത് പിണറായിയെ നിലംപരിശാക്കുക എന്നുള്ളതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ നൗഷാദ് MLA ഉറപ്പായിട്ടും ജയിക്കുകയും ചെയ്തതിന് കൊല്ലത്തിന്റെ ഒരു മന്ത്രിയുമായാലും സംശയമില്ലാത്ത കാര്യം. പക്ഷെ ആ ഒരു കാര്യം ഞാൻ ഒരു പരിപാടി തൊട്ടടുത്ത് ഇടയ്ക്ക് ഒരു പരിപാടിക്ക് പോയപ്പോൾ ഞാൻ എൻ്റെ അടുത്ത ഒരു സുഹൃത്തിനോട് പറഞ്ഞിരുന്നു, അദ്ദേഹം ഇപ്രാവശ്യം ജയിച്ചാൽ ഒരു മന്ത്രി ഉറപ്പാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ജയിച്ചാലും ഫലമില്ലല്ലോ. കാര്യം അവരിനി വരുന്നില്ലല്ലോ. അവരിനി വരാൻ സത്യമായിട്ടുള്ള കാര്യം. ഒരു പരിപാടി നടന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അവരിനി രാഷ്ട്രീയത്തിൽ അവരിനിപ്പോ ആ പാർട്ടി വിജയിച്ചു വന്നെങ്കിലല്ലേ അദ്ദേഹത്തിന് മന്ത്രിയാൻ പറ്റും. പക്ഷെ എന്തുവായാലും ഒരു MLA ആയിട്ടെങ്കിലും പുള്ളിക്ക് തുടരാമായിരുന്നു. പക്ഷെ മനസ്സിലാക്കണം, നന്മ ചെയ്ത മനുഷ്യനെ ഒരിക്കലും നമ്മൾ വേട്ടയാടുകയും ചെയ്യരുതും, അവരെ നമ്മൾ പുറംകാലം കൊണ്ട് അടിക്കുകയും ചെയ്യരുത്. അവരെ നമ്മൾ ഒപ്പം നിർത്താൻ നോക്കണം.